പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഞങ്ങളുടെ ഈ ചെറിയ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ വിവിധ കവലകളിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ സുവിശേഷ സന്ദേശ യാത്രയിൽ ഞങ്ങളുടെ പ്രസംഗ വിഷയം കഴിഞ്ഞ 2025 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപപരിഹാരാർത്ഥം കാലൂരിലെ ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾ പ്രസംഗിക്കപ്പെടുന്നത്. ഞങ്ങൾ ഈ നിലയിൽ ഈ സുവിശേഷ സന്ദേശയാത്രയിൽ ഞങ്ങളുടെ മതത്തെ കുറിച്ചുള്ളൊരു പ്രസംഗമല്ല, ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയെ കുറിച്ചുള്ളൊരു പ്രസംഗമല്ല, ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ ഏതെങ്കിലും പ്രത്യേകതകളെ കുറിച്ചല്ല ഞങ്ങൾക്ക് പ്രസംഗിക്കാനായിട്ടുള്ളത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയ ദൈവപുത്രനാകുന്ന കർത്താവിന്റെ ക്രൂശിന്റെ സന്ദേശമാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനായിട്ട് ഉള്ളത്. വിശുദ്ധ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരണം സംഭവിക്കും. അത് ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും, ഏത് സംഘടനയിൽപ്പെട്ടവനായിരുന്നാലും ഒരിക്കൽ മരണം സംഭവിക്കും. എന്നാൽ മരണശേഷം എല്ലാവർക്കും ഒരു ന്യായവിധിയുണ്ട്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജീവിതത്തില് പാപത്തിന്റെ ശിക്ഷയാകുന്ന ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നവർക്ക് ന്യായവിധിയിലുള്ള വിടുതല് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായാൽ ന്യായവിധിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ന്യായവിധിയിലുള്ള വിടുതൽ ലഭിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ന്യായവിധിയിലുള്ള വിടുതൽ ലഭിക്കുന്നു. കർമ്മമാർഗത്താൽ നമുക്ക് പാപത്തിന്റെ മോചനം ലഭിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ന്യായവിധിയിൽ വിടുതൽ പ്രാപിക്കാൻ സാധ്യമല്ല. ഭക്തിമാർഗത്താൽ നമുക്ക് പാപത്തിന്റെ മോചനം ലഭിച്ച് ദൈവത്തിന്റെ ന്യായവിധിയിൽ വിടുതൽ പ്രാപിക്കാൻ സാധ്യമല്ല. ജീവിതത്തില് നാം പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ജീവിതത്തില് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നേർച്ച കാഴ്ചകൾ കൊടുത്ത ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇടയാകുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിച്ചാലും പാപത്തിന്റെ പരിഹാരം വരുത്തി ദൈവസന്നിധിയിൽ ദൈവത്തിന് ന്യായവിധിയെ വിടുതൽ പ്രാപിക്കാൻ സാധ്യമല്ല. അങ്ങനെ മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹം, നമ്മുടെ ന്യായവിധിയിലുള്ള വിടുതല് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഒരിക്കൽ മരണം സംഭവിക്കും. എന്തുകൊണ്ട് നാം മരണത്തിന് വിധേയരാകുന്നു എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി മനുഷ്യൻ ഭാവികളായി ജനിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും ദൈവത്തിന്റെ തേജസ്സില്ലാത്തവരായിട്ട് തീർന്നിരിക്കുന്നു. ഈ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ യോഗ്യതയില്ലാത്തവരായി, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ കഴിവില്ലാത്തവരായി, പാപത്തിന്റെ ഫലമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതെ വണ്ണം, ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ നടന്ന് ജീവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു എന്ന് വിശുദ്ധ തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ പാപം എങ്ങനെ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ പാപിയായിട്ടല്ല സൃഷ്ടിച്ചത്, പാപമില്ലാത്തവനായിട്ട്
ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിനുള്ള യോഗ്യതയുള്ളവനായിട്ട് അവനെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് കാണുവാൻ സാധിക്കും. വലിയവനായ ദൈവം ആദ്യ മനുഷ്യരായിരിക്കുന്ന ആദം ഹവ്വമാരെ സൃഷ്ടിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏദൻ പർദീസായിൽ അവിടെ സുഖമായി ജീവിക്കുവാൻ ഏദൻ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിന്റെയും പഴം പറിച്ചു തിന്ന് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് തോട്ടത്തിലാക്കി എന്നുള്ളത് നാം വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നാൽ ആ തോട്ടത്തിന്റെയും ആ മനുഷ്യരെയാക്കുമ്പോൾ ദൈവത്തോടൊരു കൽപ്പന കൊടുത്തിരുന്നു. തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്. അത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമാണ്. ആ വൃക്ഷഫലം മാത്രം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് അവിടെ ദൈവം ആദം ഹവ്വമാരോട് കൽപ്പിച്ചതായി നാം അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ പിശാചായവൻ പാമ്പിന്റെ വേഷത്തിൽ വന്ന് ഈ മനുഷ്യവർഗത്തെ ആദം ഹവ്വമാരെ ചതിവിലകപ്പെടുത്തി ദൈവം വിലക്കിയിരിക്കുന്ന തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവുള്ളവരായിത്തീരും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവർ ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തു. ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കാതെ വണ്ണം ദൈവം വിലക്കപ്പെട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് അവർ മരണത്തിന് വിധേയമായി തീർന്നു. അങ്ങനെ പാപിയാകുന്ന മനുഷ്യവർഗമാണ് ഈ ആദം ഹവ്വമാരുടെ സന്തതി പരമ്പരകളായിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗം എന്നുള്ളത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ പാപികളായ മനുഷ്യവർഗത്തിന് മരണം സംഭവിക്കും, ഒരിക്കൽ മരണം സംഭവിക്കും. ദൈവസന്നിധിയിൽ പിന്നെ ന്യായവിധി ഉണ്ടാകും എന്ന് അവിടെ നമുക്ക് ഓർക്കുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ പാപിയാണ്, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ തന്നെ മരിച്ചുപോയാൽ മരണത്തിനപ്പുറം ദൈവത്തിന്റെ ന്യായവിധിക്ക് അവർ അർഹരായിത്തീരും, വിധേയപ്പെടേണ്ടി വരും. എന്നാൽ മനുഷ്യവർഗത്തിന് സ്വയമായ പ്രവർത്തനങ്ങളാൽ സ്വന്തമായ കർമാദികളാൽ ഈ ന്യായവിധിയിൽ വിടുതൽ പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, മനുഷ്യവർഗത്തെ ദൈവത്തിന് ന്യായവിധി വിടുവിക്കുവാൻ വേണ്ടിയായിരുന്നു യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. പാപികളായ മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് പാപികളായ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി പാപികളായ മനുഷ്യവർഗത്തിന് സ്വന്തകർമ്മങ്ങളാൽ പാപത്തിന് പരിഹാരം കണ്ടെത്തി ദൈവത്തിന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയെന്നുള്ളത് തിരുവനന്തപുരത്തിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതുപോലെ ഓരോ പുണ്യപുരുഷനും ലോകത്തിലേക്ക് അവതരിച്ചിട്ടില്ല. പാപിയെ രക്ഷിക്കുവാൻ, പാപിക്ക് വേണ്ടി മരിക്കുവാൻ, പാപിക്ക് പാപമോചനം കൊടുക്കുവാൻ, പാപിയുടെ മരണശിക്ഷയിൽ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. അത് ദൈവത്തിന്റെ സ്നേഹമാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകൻ പ്രകാരം പറയുന്നു, മനുഷ്യരെല്ലാവരും പാപത്തിന്റെ ഫലമായി ആടുകളെ പോലെ തെറ്റിയുള്ളവരായിരുന്നു. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. എല്ലാവരുടെയും അകൃത്യം ക്രിസ്തു പാപികളായ മനുഷ്യവർഗത്തിൽ നിന്നെടുത്ത് ക്രിസ്തുവിൽ ചുമത്തപ്പെട്ടു. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തുവിൽ ചുമത്തപ്പെട്ടു. ആ ചുമത്തപ്പെട്ട പാപവും ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിന്മേൽ കയറി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിക്കുന്നു. ആ മരണത്തിന്റെ യാഥാർത്ഥ്യം ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടി ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടത്
അവന്റെ ശിരസിന്മേൽ മുൾക്കിരീടം അടിക്കപ്പെട്ടത്, അവന്റെ മാർകുന്നം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടത്, യേശു ക്രിസ്തുവിന്റെ മുഖം നിന്നയ്ക്കും ഇപ്പോഴും മറക്കാതെ വണ്ണം നിന്നെതിരായി തീർന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി തിരുവനന്തപുരം പറയുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മോചനം ലഭിച്ച് നീതിക്ക് ജീവിക്കുവാൻ വേണ്ടിയായിരുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത്. നാം പുതിയ നിയമത്തിൽ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് വായിച്ച് നമുക്ക് വിരോധമായിരുന്ന നയപ്രമാണങ്ങളും ചട്ടങ്ങളും യേശു ക്രിസ്തു ക്രൂശിൽ തറക്കപ്പെട്ട് നമുക്ക് വിരോധമായ ചട്ടങ്ങളിൽ നിന്നും നയപ്രമാണങ്ങളിൽ നിന്നും വിടുവിച്ചു എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ സ്നേഹം ആ നിലയിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്ന് കാണുവാൻ സാധിക്കുന്നു. പാപിയാകുന്ന മനുഷ്യൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയാണ്. പാപിയാകുന്ന മനുഷ്യൻ ഈ മഹാദൈവത്തിന്റെ സന്നിധിയിൽ വിദൂരയിലാണ്. പാപിയാകുന്ന മനുഷ്യൻ ജീവിതത്തിൽ അന്ധകാരത്തിൽ ജീവിക്കുന്നവരാണ്. പാപിയാകുന്ന മനുഷ്യൻ ജീവിതത്തിൽ ആടുകളെ പോലെ തെറ്റുകളവരാണ്. ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവരാണ്. എന്നാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് വരുവാൻ ജീവിതത്തിൽ ആത്മാക്കളുടെ ഇടയിലും അധ്യക്ഷനുമായി ഇങ്ങേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിലാകുന്ന ക്രിസ്തുലോകത്തിലേക്ക് വന്ന് നാം ദൈവത്തിൽ അകന്നു പോയ പാപത്തിന്റെ പരിഹാരം വരുത്തി നമുക്ക് പാപമോചനം നൽകി നമ്മെ രക്ഷിച്ച് നമ്മെ ന്യായവിധി വിടുവിച്ച് നമ്മെ ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവം നമ്മെ ആ നിലയിൽ ക്രൂശിൽ മരിച്ച് രക്ഷയൊരുക്കി എന്ന് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഈ വസ്തുത പ്രഖ്യാപിക്കപ്പെട്ടതായി ഭൂതം പ്രഖ്യാപിക്കപ്പെട്ടതായിട്ട് കാണുവാൻ സാധിക്കും. ബേത്ലഹേമിൽ പൂജാതനാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് ദൂതൻ പ്രഖ്യാപിക്കുകയാണ്. ദൂതനാട്ടിടയന്മാരോട് പറയുകയാണ്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനവാർത്ത പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തില് രക്ഷിക്കുവാൻ വേണ്ടിയല്ല, നമുക്ക് രക്ഷയുണ്ടാകുവാൻ വേണ്ടിയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രമാണ് നടന്നിരുന്നെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കുകയില്ലായിരുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായവർ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ആ മഹാസന്തോഷം എന്താണ്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ഭൂജാതനായത് ദൈവത്തിന്റെ ദൂതന്റെ പ്രഖ്യാപനം, അവൻ സമാധാനത്തിന്റെ പ്രഖ്യാപനവുമായിട്ടാണ് അവൻ ഭൂമിയിൽ ഭൂജാതനായത്. എന്നാൽ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് സമാധാനം ഉണ്ടാക്കിയത് അപ്പോഴാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. ജനനത്തിന്റെ ദൂതൻ പ്രഖ്യാപിക്കപ്പെട്ട സമാധാനത്തിന്റെ അനുഭവം യേശു ക്രിസ്തു ക്രൂശിൽ രക്തം ചിന്തി സമാധാനം ഉണ്ടാക്കി എന്ന് തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കാരണം സാധിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഈ സമാധാനം കൈമാറുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. 33 വർഷക്കാലം ജീവിച്ച കർത്താവ് 3 വർഷക്കാലം കർത്താവിനോടുകൂടെ തന്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവരുടെ ഏതൊരാവശ്യവും കർത്താവിനോട് പറയുമ്പോൾ ആ ആവശ്യങ്ങൾക്ക് പരിഹാരം കിട്ടിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ അവരുടെ പ്രാണനാഥൻ മരിച്ചുപോയി. ഇനി എന്ത് ചെയ്യാണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാർ യെരൂശലേമിൽ മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ അവരുടെ ചിന്ത വളരെ വികാരഭരിതമായിരുന്നു. അങ്ങനെ കൂടിയിരിക്കുമ്പോൾ യേശു കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ആ മാളിക മുറിയിൽ കടന്നു വന്നിട്ട് തന്റെ കരങ്ങളെ ഉയർത്തി പ്രകാരം പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയാണ്. അങ്ങനെ സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന കർത്താവ്, സമാധാനം കൊടുക്കുവാൻ മനസ്സുള്ളവനായ കർത്താവ്
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് സമാധാനം കൊടുക്കുന്ന ചരിത്രം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം ലഭിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. മനുഷ്യവർഗത്തിന് ഈ മഹാദൈവത്തോട് ബന്ധം പുലർത്തുവാൻ കഴിയുമ്പോഴാണ് സമാധാനം ഉണ്ടാകുവാൻ കഴിയുന്നത്. മനുഷ്യവർഗത്തിന് പാപത്തിന്റെ മോചനം ലഭിച്ച് ദൈവത്തിന് ന്യായവിധിയിൽ വിടുതൽ പ്രാപിക്കുമ്പോഴാണ് സമാധാനം കൈവരിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയിൽ ദൈവിക സമാധാനം, പാപത്തിന്റെ പരിഹാരം ലഭിച്ച് ദൈവിക സമാധാനം ലഭിക്കുന്നു. ദൈവിക സമാധാനം ലഭിച്ച് ഈ ഭൂമിയിൽ സമാധാനത്തിൽ ജീവിക്കുവാൻ കഴിയുന്നു. മരണത്തിനപ്പുറം നിത്യമായിരിക്കുന്ന സമാധാനവും നിത്യമായിരിക്കുന്ന ആത്മശാന്തിയും അനുഭവിച്ചുകൊണ്ട് നിത്യമായ ദൈവത്തോടുകൂടെ എന്നെന്നും ജീവിക്കുവാൻ സാധിക്കും. യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട് സമാധാനം അനുഭവിക്കുന്നവർക്ക് ലഭിക്കുന്ന സമാധാന അനുഭവത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ചവർക്ക്, പാപത്തിന്റെ ഫലമായി അസമാധാനം അനുഭവിക്കുന്നവർക്ക് ലഭിക്കുന്ന സമാധാനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത റോമർക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് സമാധാനമുണ്ട്. പാപിയാകുന്ന മനുഷ്യന് പാപമോചനം ലഭിച്ച് ദൈവത്തിന് ന്യായവിധിയിൽ വിടുതൽ പ്രാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവത്തോട് സമാധാനം പുലർത്തുവാൻ സാധ്യമാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. കുഷ്ഠരോഗികളായ മനുഷ്യവർഗം യേശുവിന്റെ അടുക്കൽ സൗഖ്യം പ്രാപിച്ച് അവരുടെ കുഷ്ഠരോഗത്തിന് ശാന്തി ലഭിച്ച് അവർക്ക് സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞു. രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് മരണത്തോട് മല്ലടിച്ച് ജീവിച്ച ജീവിതമാകുന്ന ഈ രക്തസ്രവക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ച് അവർക്ക് സമാധാനം അനുഭവിക്കാൻ സാധിച്ചു. ബെഥസ്ദാ കുളക്കരയിൽ പക്ഷപാതരോഗിയായി കിടന്ന് ആ ബെഥസ്ദാ കുളത്തിലെ കുളം കലങ്ങുന്നതിന് കാത്തുകൊണ്ട് സൗഖ്യം പ്രാപിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് 38 വർഷക്കാലം കിടന്നിരുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതത്തെ കർത്താവ് അവന് വേണ്ടി അവന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവരെ സൗഖ്യമാക്കി. നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കിടക്കയെടുത്ത് നടന്നു. അവന്റെ ജീവിതത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു. അവന്റെ ജീവിതത്തിൽ അവൻ ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ അവസ്ഥ മാറി. അവൻ കിടക്കയെടുത്തുകൊണ്ട് എഴുന്നേറ്റ് നടന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ വിവിധ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് സമാധാനം കൊടുക്കുന്നവരാണ് വിശ്വാസത്താൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ, ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ശിക്ഷയ്ക്ക് മാത്രം അർഹതയുള്ളവരായിരിക്കുന്ന മനുഷ്യവർഗം പാപത്തിന്റെ മോചനം ലഭിച്ച്, പാപിക്ക് ശാന്തി ലഭിച്ച്, പാപമോചനം ലഭിച്ച്, നിത്യന്യായവിധിയിൽ വിടുതൽ പ്രാപിച്ച് അവർക്ക് ദൈവത്തോട് സമാധാനം പുലർത്തുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് ജീവിതത്തെ യേശുക്രിസ്തുവിൻ മുഖാന്തരം പാപമോചനം ലഭിച്ച്, യേശുക്രിസ്തു മുഖാന്തരം രക്ഷ ലഭിച്ച്, ആത്മശാന്തി ലഭിച്ച മനുഷ്യ ജീവിതത്തിന് അനുദിന ജീവിതത്തില് ഹൃദയത്തിൽ സമാധാനം പുലർത്തി ജീവിക്കുവാൻ സാധിക്കും. തിരുവഴുത്ത് പ്രകാരം പറയുന്നു: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടുകൂടെ ദൈവത്തിന്റെ മുമ്പിൽ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. അസമാധാനത്തിന്റെ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് മരിച്ചിട്ടുയർത്തുന്ന ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, പാപമോചനം പ്രാപിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന് ന്യായത്തിൽ വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന അസമാധാനത്തിന് അനുഭവം മാറ്റി സകല ബുദ്ധിയെയും കരുതുന്ന ദൈവസമാധാനം ഹൃദയങ്ങളിൽ അനുഭവിക്കാൻ സാധ്യമാകുന്നു എന്ന് തിരുവഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. അത് മാത്രമല്ല, ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരം പാപമോചനം പ്രാപിച്ച് ജീവിതത്തിൽ അസമാധാനത്തിൽ കാരണമായിരിക്കുന്ന പാപത്തിന് ശാന്തി ലഭിച്ച്
രക്ഷിക്കപ്പെട്ട് ന്യായവിധിയിൽ വിടുതൽ പ്രാപിച്ചവർക്ക് മറ്റൊരു പ്രത്യേകത സമാധാനത്തിന് അനുഭവം കാണുവാൻ സാധിക്കും. കഴിയുമെങ്കിൽ നിങ്ങൾ ആലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ കഴിയാത്തൊരവസ്ഥയല്ല, കഴിയും. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ നിങ്ങൾ ആലാവോളം സകല മനുഷ്യരോടും സമാധാനം പുലർത്തി ജീവിക്കുവാൻ കഴിയും. രക്ഷിക്കപ്പെട്ടവർക്ക്, പാപമോചനം പ്രാപിച്ചവർക്ക് അസമാധാനത്തിന് പരിഹാരം വന്ന് ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവസന്നിധിയിൽ മറ്റുള്ളവരോട് സമാധാനം പുലർത്തുവാൻ സാധിക്കും. മറ്റുള്ളവരോട് എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽക്കാരോട്, നമ്മെ ഉപദ്രവിക്കുന്നവരോട്, നമ്മുടെ കൂട്ട സഹോദരങ്ങളോട്, നമ്മുടെ സ്നേഹിതന്മാരോട് എന്തെങ്കിലും അസ്വസ്ഥതകളോ അസമാധാനത്തിന് അനുഭവമുണ്ടെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിന് പരിഹാരം വരുത്തി സകല മനുഷ്യരോടും സമാധാനം പുലർത്തി ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തു മുഖാന്തരം പാപമോചനം ലഭിച്ചവർക്ക്, യേശുക്രിസ്തു മുഖാന്തരം ജീവിതത്തില് ഹൃദയത്തിൽ സമാധാനം അനുഭവിച്ച് യേശുക്രിസ്തു മുഖാന്തരം മറ്റുള്ളവരോട് സമാധാനം പുലർത്തി ജീവിക്കുന്നവർക്ക്, യേശുക്രിസ്തു മുഖാന്തരം പാപമോചനം പ്രാപിച്ച് മറ്റുള്ളവരോട് സമാധാനം പുലർത്തി ഇങ്ങനെ ലോകത്തിൽ ജീവിച്ച് ഒരു നാൾ ഇവിടെ നിന്ന് മരണത്തിന്റെ തണുത്ത നിറമെന്ന് പിടിച്ച് നാം നിത്യതയുടെ തുറമുഖത്തെത്തിച്ചേരും. നിത്യരായ ദൈവത്തോടുകൂടെ ജീവിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണിനെല്ലാം ഞാൻ തുടച്ചു കളയും. നിത്യ ആനന്ദം, നിത്യത മുഴുവനും നിത്യനായ ദൈവത്തോടുകൂടെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിത്യതയിൽ ജീവിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ മറ്റാർക്ക് കഴിയും? ഏത് മതത്തിന് കഴിയും? ഏത് ഇസത്തിന് കഴിയും? യേശുക്രിസ്തു മുഖാന്തരം ഈ ശാന്തിയും സമാധാനവും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവരെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് പാപത്തിന്റെ പരിഹാരം വരുത്തി ജീവിതത്തില് അസമാധാനത്തിന് കാരണമായിരിക്കുന്ന എന്നുള്ള പാപത്തിന്റെ മോചനം ലഭിച്ച് ആത്മശാന്തി ലഭിച്ച് നാം മരണത്തിനപ്പുറം കർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ, കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം നിത്യ ആനന്ദം, നിത്യത മുഴുവനും നമ്മുടെ ശിരസിനെ അണിഞ്ഞ് അവനെ നിത്യനായ ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ പ്രവചന പുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 51:11 അപ്രകാരമായിരുന്നു: നിത്യ ആനന്ദം, നിത്യത മുഴുവനും നിത്യനായ ദൈവത്തോടുകൂടി അനുഭവിച്ചുകൊണ്ട് നിത്യതയിൽ ജീവിക്കുവാൻ കഴിയും. അതൊക്കെ സന്തോഷകരമായ അനുഭവം. ഏത് മതത്തിന് ഇത് കൊടുക്കുവാൻ കഴിയും? ഏത് പുണ്യമനുഷ്യന് ഇത് കൊടുക്കുവാൻ കഴിയും? ജീവിതത്തിൽ കാലങ്ങളായി അനേക ജീവിതങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൊടുത്ത ഈ നസ്രായനായ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആർക്ക് വേണം? ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന്റെ പരിഹാരം വരുത്തി പാപമോചനം കണ്ടെത്തുന്നതായി, നിത്യമായിരിക്കുന്ന ആത്മശാന്തി കണ്ടെത്തുന്നതായി, മരണത്തിനപ്പുറം നിത്യതയിൽ ജീവിക്കുവാൻ കഴിയും എന്നുള്ളത് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം തീരുന്നില്ല. മരണാനന്തര ജീവിതം ഉണ്ട്. നരകമെന്നും സ്വർഗമെന്നും 2 സ്ഥലങ്ങളുണ്ട്. ആകയാൽ മരണാനന്തര സ്വർഗത്തിലേക്ക് പോകുവാൻ നാം കാൽവറിയിൽ മരിച്ച് ആത്മശാന്തി നൽകി തന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് പാപത്തിന് ശിക്ഷയാകുന്ന ന്യായവിധിയിൽ വിടുതൽ പ്രാപിച്ച് അവരെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുന്നവർക്കാണ് ആ വലിയ അനുഭവം ഉണ്ടാകുന്നത് എന്ന് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ശാന്തിയും സമാധാനവും മദ്യത്തിനടിമയായി ജീവിച്ചതുകൊണ്ട് സാധ്യമല്ല. ശാന്തിയും സമാധാനവും മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട് സാധ്യമല്ല. എനിക്കൊരു മനസ്സറിയാം. കൊട്ടാരക്കരക്കടുത്ത് പൂയപ്പള്ളിയിലുള്ള ഒരു മത്തായി എന്ന് പറയുന്ന സഹോദരൻ വലിയ ധനികനായിരുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ച് ഇപ്രകാരം ഞാൻ പരിചയപ്പെട്ടപ്പോൾ
ആ മനുഷ്യന് കേൾക്കുവാൻ കഴിഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തില് എനിക്ക് ലഭിച്ചിരിക്കുന്ന പണം ഉപയോഗിച്ച് ഒരു വർഷത്തില് 4-5 വീടില്ലാത്തവർക്ക് വീട് പണിത് കൊടുക്കുന്ന സ്ഥിതി എനിക്കുണ്ട്. ജീവിതത്തില് 4-5 അനാഥശാലയിൽ ജീവിതത്തിൽ അനാഥ കുട്ടികളായിട്ട് കഴിയുന്നവർക്ക് ജീവിതത്തിലെ ചോറ് കൊടുക്കുന്ന പതിവുണ്ട്. ഞാൻ ചോദിച്ചു, അതാ എന്തിനാണ് പതേച്ച, എന്തിനാണ് ഈ അനാഥശാലയിലെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത്? എന്തിനാണ് വീടില്ലാത്തവർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, ഉപദേശിയെ, ഞാനൊരു മഹാഭാവിയാണ്, ഞാൻ അസ്വസ്ഥനായിട്ട് എന്ന് ജീവിക്കുന്നവനാണ്. എന്നാൽ ഈ അനാഥ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതിന്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് എന്റെ പാപത്തിന്റെ മോചനം ലഭിച്ച് എന്റെ മനസ്സിന് ശാന്തി ലഭിച്ച് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അനാഥ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന നല്ല കാര്യമാണ്. അതുകൊണ്ട് ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ പോകുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഈ മഹാദൈവത്തോട് ബന്ധം പുലർത്തണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ നിലയില് ഞാനത് പറഞ്ഞപ്പോ പിന്നെ എങ്ങനെയാണ് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്? ഞാൻ ആ മനുഷ്യനോട് വളരെ ശാന്തമായി യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം പറഞ്ഞു. കാൽവരിയിൽ മരിച്ചത്, കർത്താവായ യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അടിമപ്പെടുത്തുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കി നമ്മെ അസമാധാനത്തിൽ വിടുവിച്ച് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2025 വർഷങ്ങൾക്ക് മുമ്പ് ആ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റും ഈ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് ഈ കർത്താവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, കർത്താവെ, പാപിയാകുന്ന എന്റെ പാപത്തിന്റെ പരിഹാരമാണ് ക്രൂശിൽ സാധ്യമായത്, അത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, പാപിയാകുന്ന എന്റെ ന്യായവിധിയാണ് ക്രൂശിൽ കർത്താവ് നിർവഹിച്ചത്, അത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ക്രൂശമരണത്താൽ എന്റെ ന്യായവിധി നീങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് ഇന്നു മുതൽ ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും. മരണത്തിനപ്പുറം നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെന്നേറുവാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ സഹോദരൻ വിരുമ്പി കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവായ യേശുവേ, ഞാൻ ഇതുവരെയും ചിന്തിച്ചു വന്നിരുന്നത് എന്റെ നല്ല പ്രവർത്തികളാൽ എനിക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മരണത്തെ ജയിച്ചുയർത്തുന്ന കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താൽ എന്റെ പാപത്തിന്റെ പരിഹാരം ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായ കർത്താവായി ഞാൻ അംഗീകരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിനായി ജീവിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്തു. ആ നിമിഷം മുതൽ തനിക്ക് എന്റെ വല്ലാത്തൊരു സന്തോഷം അതിലുണ്ടായി. ജീവിതത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ ഇടയായി. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം നടന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർമ്മമാർഗത്താൽ പാപമോചനം ലഭിക്കുന്ന പ്രദേശത്തോട് ജീവിക്കുന്നെങ്കിൽ ജീവിതത്തെ അതൊന്നും നമുക്ക് പാപമോചനം ലഭിക്കുന്നതല്ല. പാപത്തിന് മോചനം ലഭിച്ച ആത്മശാന്തി ലഭിക്കുന്നതല്ല. യേശുക്രിസ്തു വിശ്വാസത്താലാണ് പാപമോചനവും ആത്മശാന്തിയും ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവിന്റെ പാപപുരത്തിൽ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിന് വേണ്ടി മരിച്ചുയർത്തുന്ന കർത്താവിനെ കർത്താവുമായിട്ട് അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ചതായി നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നിങ്ങളെ വിട്ടുവിമർശിക്കുകയാണ്. പ്രിയപ്പെട്ട നിങ്ങളെ കേട്ടവരാരും ഇത് വേണ്ടെന്ന് പറയുവാൻ ഇടയാകരുത്.